രാത്രി സിറ്റിയിൽ ഫൈറ്റ് നടക്കുമ്പോൾ സിറ്റിയുടെ വെളിയിൽ നിന്നുകൊണ്ട് മോൺസ്റ്റർ സ്വീപ്പർ കമ്പനിയിലെ ജോലിക്കാർ ബൈനോക്കുലറിലൂടെ ഫൈറ്റ് കാണുകയാണ്. ഒരു കൊല്ലം മുഴുവൻ ഇരുന്ന് വൃത്തിയാക്കാനുള്ള പണിയാണ് വരാൻ പോകുന്നത്. എന്തായാലും നമ്മുടെ കാഫ്കയും ഇച്ചിക്കാവയും സേഫ് ആയിരിക്കണേ എന്ന് അവർ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ സൂപ്പർവൈസർ ആ പുതിയതായി ജോയിൻ ചെയ്ത പയ്യനെ കാണാനില്ല എന്ന് പറഞ്ഞു. അവൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ എസ്കേപ്പ് ആവുന്നത് പതിവാണ്. മിക്കവാറും അവൻ വല്ല ടോയ്ലറ്റിലും പോയതായിരിക്കുമെന്ന് കരുതി അവർ അവിടെ കാത്തു നിന്നു. ഇതേ സമയം ആ പുതിയ പയ്യൻ, അതായത് കൈജു നമ്പർ 9, സിറ്റിയിലിരുന്ന് കൈജുവിൻ്റെ ഡെഡ് ബോഡി പരിശോധിക്കുകയാണ്. ഈ കൈജുവിനെയൊക്കെ ഉണ്ടാക്കിയതും ഈ യുദ്ധത്തിൻ്റെ കാരണക്കാരനും അവനാണ്. അപ്പോഴാണ് നമ്മുടെ ഈഹറുവും ഇച്ചികാവയും അവിടെ എത്തിയത്. ആളാരാണെന്ന് മനസ്സിലാകാതെ അവർ അവനോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. പെട്ടെന്ന് ആ കൈജു എഴുന്നേറ്റിട്ട് ഈഹറുവിൻ്റെ നേരെ വിരൽ ചൂണ്ടി. ആ വിരലിൻ്റെ തുമ്പിലേക്ക് എന്തോ ബബിൾ പോലെ വന്ന് വീർത്തു. അപകടം മനസ്സിലാക്കിയ ഇച്ചിക്കാവ അവനോട് അവിടെ നിന്ന് മാറാൻ പറഞ്ഞു. പക്ഷേ അപ്പോഴേക്കും ബുള്ളറ്റ് പോലെ എന്തോ ഒന്ന് വന്ന് ഈഹറുവിൻ്റെ നെഞ്ചിലേക്ക് തുളഞ്ഞു കയറി. അവൻ ചോരയൊലിപ്പിച്ച് വീണു. പക്ഷേ ആ കൈജുവിന് അല്പം ഉന്നം തെറ്റിയതുകൊണ്ട് അവൻ്റെ ഹാർട്ടിൽ ബുള്ളറ്റ് കയറിയില്ല. ആ സ്യൂട്ടിൻ്റെ ഹീലിംഗ് പവർ കാരണം ബ്ലീഡിങ് പെട്ടെന്ന് തന്നെ നിന്നു. വേദനയും ദേഷ്യവും കൊണ്ട് കൺട്രോൾ പോയ ഈഹറു, നീ ആരാണടാ നായേ എന്ന് ചോദിച്ച് അവനോട് അലറി. അപ്പോഴേക്കും ആ കൈജു അവൻ്റെ ശരിയായ രൂപം പുറത്തെടുത്തു. അത് കണ്ട രണ്ടുപേരും പേടിച്ചുപോയി. അന്ന് ട്രെയിനിങ് ഫീൽഡിൽ വെച്ച് കീക്കറുവിനെ കൊല്ലാൻ നോക്കിയത് ഇവനാണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോഴേക്കും ആ കൈജു അവരോട് സംസാരിച്ചു. എൻ്റെ പ്ലാനിങ് പാളിയ സ്ഥിതിക്ക് നിങ്ങളിൽ ഒരുത്തനെ ഞാൻ റിസർച്ചിന് വേണ്ടി ജീവനോടെ കൊണ്ടുപോകുമെന്ന് അവൻ അവരോട് പറഞ്ഞു. പെട്ടെന്ന് നമ്മുടെ ഇച്ചികാവ അവൻ്റെ ഇയർഫോണിലൂടെ മറ്റുള്ളവരുമായി കോൺടാക്റ്റ് ചെയ്യാൻ നോക്കി. പക്ഷേ അവന് സിഗ്നൽ കിട്ടിയില്ല. ആ കൈജു ആദ്യമേ തന്നെ ഒരു ബാരിയർ കൊണ്ട് ആ ഏരിയ മൊത്തം സിഗ്നൽ കിടക്കാത്ത രീതിയിൽ സീൽ ചെയ്ത് കഴിഞ്ഞിരുന്നു. പുറം ലോകത്തുള്ളവർക്ക് ആ ബാരിയറിൻ്റെ ഉള്ളിൽ നടക്കുന്നതൊന്നും അറിയാൻ പറ്റില്ല. അങ്ങനെ മൊത്തത്തിൽ ട്രാപ്പായെന്ന് അവർ മനസ്സിലാക്കിയപ്പോഴേക്കും കൈജു ഇച്ചിക്കാവയെ ഷൂട്ട് ചെയ്തു. അവൻ ഒഴിഞ്ഞു മാറിയെങ്കിലും അവൻ്റെ വയറ്റിലും കാലിലും വെടികൊണ്ടു. ആ സമയത്ത് അവൻ മുമ്പ് കീക്കർ പറഞ്ഞ കാര്യം ഓർത്തു. ഈ ഡൈക്കൈജു അവൻ്റെ വിരൽ കൊണ്ട് ഷൂട്ട് ചെയ്യുന്നതിന് മുൻപ് അവൻ്റെ വിരലിൻ്റെ തുമ്പ് ബബിൾസ് പോലെ വന്ന് വീർക്കുമെന്ന് അവൾ പറഞ്ഞിരുന്നു. അങ്ങനെ അടുത്ത വട്ടം കൈജു ഷൂട്ട് ചെയ്തതും ഇച്ചിക്കാവയ്ക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റി. ആദ്യമായിട്ട് ഒരുത്തൻ തൻ്റെ ബുള്ളറ്റ് ഡോഡ്ജ് ചെയ്തത് കണ്ട കൈജുവും ഞെട്ടിപ്പോയി. അപ്പോഴേക്കും ഇച്ചിക്കാവ അതിനെ ഫ്രീസ് ബുള്ളറ്റ് കൊണ്ട് ഷൂട്ട് ചെയ്തു. എന്നിട്ട് അവൻ ഈഹറുവിനോട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പറഞ്ഞു. പക്ഷേ അവനെ ഒറ്റയ്ക്കിട്ടിട്ട് പോകില്ല എന്ന് ഈഹറു തീർത്തു പറഞ്ഞു. അപ്പോൾ ആ കൈജു ഈഹറുവിനെ ഷൂട്ട് ചെയ്തു. തക്ക സമയത്ത് ഇച്ചിക്കാവ അവനെ തള്ളി മാറ്റിയത് കൊണ്ട് അവൻ്റെ നെഞ്ചിൽ കൊള്ളേണ്ട ബുള്ളറ്റ് കയ്യിലുരസി കടന്നുപോയി. വീണുകിടന്ന ഈഹറുവിനോട് ഇച്ചിക്കാവ അവിടെ നിന്ന് പുറത്തു പോയിട്ട് ബാക്കപ്പ് കൊണ്ടുവരാൻ പറഞ്ഞു. വേറെ വഴിയില്ലാതെ ഈഹറു അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടി. അപ്പോൾ ആ കൈജു ഇച്ചിക്കാവയുടെ നേരെ നടക്കാൻ തുടങ്ങി. ഇച്ചിക്കാവയാണെങ്കിൽ അതിനെ കണ്ട ആകെ പേടിച്ച് മരവിച്ച അവസ്ഥയിലാണ്. ഇതിനെ തോൽപ്പിക്കാൻ തനിക്കൊരിക്കലും പറ്റില്ല എന്നവന് നല്ലപോലെ അറിയാമായിരുന്നു. പക്ഷേ എന്തു വന്നാലും അവസാന ശ്വാസം വരെ പോരാടിയേ പറ്റൂ. ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് അവൻ്റെ മുന്നിലുള്ളത്. ഈഹറുവിന് ഇവിടെ നിന്ന് സേഫായിട്ട് എസ്കേപ്പ് ആകാനുള്ള ടൈം കിട്ടണം. അതിനുവേണ്ടി ഈ കൈജുവിനെ മാക്സിമം ഫൈറ്റ് ചെയ്ത് അവിടെ പിടിച്ചു നിർത്താൻ അവൻ തീരുമാനിച്ചു. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഇച്ചിക്കാവ കൈജുവിനെ ഷൂട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ നേരെ ഓടിച്ചെന്നു. ഈ സമയം നമ്മുടെ ഈഹറു സർവ്വശക്തിയും എടുത്ത് പുറത്തേക്ക് ഓടുകയാണ്. പക്ഷേ അവനാകെ നിരാശനായിരുന്നു. ചെറുപ്പം മുതലേ ആഷിറോയെ പോലെ പവർഫുൾ ആകണമെന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് അവൻ ട്രെയിൻ ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഇച്ചിക്കാവയുടെ സ്കില്ലിനും ധൈര്യത്തിനും മുൻപിൽ തോറ്റു പോകുന്നത് പോലെ അവന് തോന്നി. അതിൻ്റെ നല്ല ഫ്രസ്ട്രേഷൻ അവനുണ്ടായിരുന്നു. എന്തായാലും ഇനി അവനെ ഇങ്ങനെ ഹീറോ കളിക്കാൻ വിടില്ല എന്ന് ഈഹറു തീരുമാനിച്ചു. അപ്പോഴും നമ്മുടെ ഇച്ചിക്കാവ ആ കൈജുവുമായിട്ട് മരണ ഫൈറ്റിലാണ്. ആദ്യമൊക്കെ കൈജു ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നെങ്കിലും പെട്ടെന്ന് അത് അവിടെ നിന്ന് അപ്രത്യക്ഷനായി. തൊട്ടടുത്ത നിമിഷം ആ കൈജു ഇച്ചിക്കാവയുടെ തൊട്ടടുത്ത് പ്രത്യക്ഷപ്പെട്ടു. അവൻ ഷൂട്ട് ചെയ്യാൻ തോക്ക് ചൂണ്ടിയെങ്കിലും വൈകിപ്പോയി. കൈജുവിൻ്റെ ശരീരത്തിൽ നിന്നും വീണ്ടും 2 കൈ മുളച്ചു വന്നു. 4 കൈയിൽ നിറയെ അവൻ ബുള്ളറ്റ് ലോഡ് ചെയ്തതും നമ്മുടെ ഇച്ചിക്കാവ മരണമുറപ്പിച്ചു. എന്നാൽ കൈജു ഷൂട്ട് ചെയ്ത ഉടനെ ഈഹറു അവനെ ചാടി വന്ന് രക്ഷപ്പെടുത്തി. എഴുന്നേറ്റ് നോക്കിയ ഇച്ചിക്കാവ ഈഹറുവിൻ്റെ നെഞ്ചിൽ നിന്നും രക്തം ഒഴുകുന്നത് കണ്ടു. നീ എന്തിനാണ് തിരിച്ചു വന്നതെന്ന് ചോദിച്ച് ഇച്ചിക്കാവ അവനെ വഴക്ക് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ നീ ഒറ്റയ്ക്ക് ഹീറോ ആവണ്ട എന്നായിരുന്നു ഈഹറുവിൻ്റെ മറുപടി. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ നിന്റെ ബോഡി ഇപ്പോൾ അരിപ്പ പോലെ ആയേനെ. എന്തായാലും ഈ കൈജുവിനെ വെട്ടിച്ചോടുക എന്നത് ഇമ്പോസിബിളാണ്. നിന്നെ തീർത്തിട്ട് ഉടനെ ഈ ജന്തു എന്നെയും തേടിപ്പിടിച്ച് കൊല്ലും. അതുകൊണ്ടിപ്പോൾ നമ്മുടെ മുന്നിൽ ഒറ്റ വഴിയേ ഉള്ളൂ, ഒരുമിച്ച് ഫൈറ്റ് ചെയ്യുക. അതിപ്പോൾ ചാവാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും. ഈഹറു പറഞ്ഞതൊക്കെ ശരിയാണെന്ന് ഇച്ചിക്കാവയ്ക്ക് തോന്നി. അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ച് അതിനെ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. തൊട്ടടുത്ത നിമിഷം നമ്മുടെ ഇച്ചിക്കാവ കൈജുവിൻ്റെ നേരെ ഓടി. അവനെ കൈജു ഉന്നം വെച്ചപ്പോൾ നമ്മുടെ ഈഹറു തോക്കെടുത്ത് കൈജുവിൻ്റെ നേരെ ഒരു ഇലക്ട്രിക് ബുള്ളറ്റ് ഷൂട്ട് ചെയ്തു. കൈജു ഒഴിഞ്ഞു മാറിയെങ്കിലും അതിൻ്റെ കയ്യിൽ കറണ്ടടിച്ചു. ദേഷ്യം വന്ന കൈജു ഈഹറുവിനെ ഷൂട്ട് ചെയ്തു. പക്ഷേ ഇപ്രാവശ്യം ഈഹറു ആ കൈജുവിൻ്റെ കയ്യിൽ ഫോക്കസ് ചെയ്തതുകൊണ്ട് തക്ക സമയത്ത് അവനെ ഒഴിഞ്ഞു മാറാൻ പറ്റി. ഉടനെ അവൻ കൈജുവിൻ്റെ കാലിലേക്ക് ഷൂട്ട് ചെയ്തു.
അത് കൈജു പ്രതീക്ഷിക്കാത്ത അടിയായിപ്പോയി. വെടിവെക്കടാ റെനോ എന്ന് അവൻ അലറി. അപ്പോഴാണ് നമ്മുടെ ഇച്ചികാവ തൊട്ടടുത്തെത്തിയെന്ന് കൈജു കണ്ടത്. പെട്ടെന്ന് തന്നെ ഇച്ചികാവ തൻ്റെ മാക്സിമം കോമ്പാറ്റ് പവർ അൺലീഷ് ചെയ്തു. സകല ദൈവങ്ങളെയും വിളിച്ചുകൊണ്ട് അവനെ കൈജുവിനെ ഷൂട്ട് ചെയ്തു. കൈജുവിനെ ഒഴിഞ്ഞു മാറാൻ ഇപ്രാവശ്യം പറ്റിയില്ല. ആ ഫയറിങ്ങിൽ കൈജുവിൻ്റെ മാംസമൊക്കെ ചിതറി വീഴുന്നുണ്ടായിരുന്നു. അങ്ങനെ ബുള്ളറ്റ് തീർന്നതും ഇച്ചികാവ ഫയറിംഗ് നിർത്തി. ആ പുകയൊക്കെ മാറിയപ്പോൾ അവരവിടെ കണ്ടത് നേരത്തെ ചത്ത യോജുവിൻ്റെയൊക്കെ ഡെഡ് ബോഡി അവിടെ കൂടിക്കിടക്കുന്നതാണ്. അതായത് കൈജു നമ്പർ 9 രക്ഷപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഇച്ചികാവ ആകെ തളർന്നു നിന്നപ്പോൾ ആ കൈജു ശവങ്ങൾക്കിടയിൽ നിന്നും കൈകൾ നിറയെ ബബിൾസുമായിട്ട് പുറത്തേക്ക് വന്നു. ഈഹറോ അവനോട് ഇറങ്ങി ഓടാൻ പറഞ്ഞുകൊണ്ട് അലറി. പക്ഷേ അപ്പോഴേക്കും ഇച്ചികാവയുടെ ശരീരം മുഴുവൻ ബുള്ളറ്റുകൾ തുളഞ്ഞു കയറി കഴിഞ്ഞിരുന്നു. അതോടെ അവൻ നിലത്ത് വീണു. ഈ സമയത്ത് ബാരിയറിന് പുറത്ത് എല്ലാവരും യോജുവിനെ ഫൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ വൈസ് ക്യാപ്റ്റൻ ഹോഷിനയുടെ വയർലെസ്സിൽ ഈഹറുവും ഇച്ചികാവയും മിസ്സിംഗ് ആണെന്ന് റിപ്പോർട്ട് കിട്ടി. അവരുമായിട്ടുള്ള എല്ലാ കോണ്ടാക്റ്റും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇത് കേട്ട കാഫ്കയ്ക്ക് എന്തോ അപകടം നടക്കാൻ പോവുകയാണെന്ന് തോന്നി. അപ്പോൾ പെട്ടെന്ന് അടുത്തുള്ള യോജുവിൻ്റെ ഡെഡ് ബോഡി അനങ്ങുന്നത് അവൻ ശ്രദ്ധിച്ചു. അപ്പോഴേക്കും കീക്കറും അങ്ങോട്ടേക്ക് വന്നു. അന്ന് തന്നെ കൊല്ലാൻ നോക്കിയ ഡൈക്കൈജി ഇവിടെ വന്നിട്ടുണ്ടെന്ന സംശയം അവൾ കാഫ്കയോട് പറഞ്ഞു. അത് കേട്ട കാഫ്ക ഞെട്ടിപ്പോയി. ഉടനെ കാഫ്ക അവളെയും കൊണ്ടൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് ചുറ്റുനോക്കി. എന്നിട്ടും ആ കൈജുവിനെ ഒരിടത്തും കാണാനില്ല. അപ്പോഴാണ് അവനൊരു കാര്യം ഓർത്തത്. മുൻപ് അവൻ കൈജു ഫോമിൽ നിന്ന സമയത്ത് മറ്റുള്ള കൈജുവിനെയൊക്കെ അവന് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ കൈജുവായിട്ട് ട്രാൻസ്ഫോം ചെയ്തു. അവിടുത്തെ കാര്യങ്ങളൊക്കെ കീക്കറുവിനെ ഏൽപ്പിച്ചിട്ട് അവൻ നേരെ ഇച്ചികാവയെ തേടിപ്പോയി. ഈ സമയം ഇച്ചികാവ നിലത്ത് ചോരയൊലിപ്പിച്ച് കിടക്കുകയാണ്. പക്ഷേ അവൻ മരിച്ചിരുന്നില്ല. ഇച്ചികാവയെ ജീവനോടെ കൊണ്ടുപോയിട്ട് അവൻ്റെ ദേഹത്ത് എന്തൊക്കെയോ റിസർച്ച് ചെയ്യാനാണ് കൈജു നമ്പർ 9ൻ്റെ പ്ലാൻ. അതുകൊണ്ട് കൈജു അവൻ്റെ വൈറ്റൽ ഓർഗൻസിലൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോഴേക്കും ഇച്ചികാവ എഴുന്നേൽക്കാൻ നോക്കി. ഇത് കണ്ട കൈജു അവനെ വീണ്ടും ഷൂട്ട് ചെയ്യാൻ വന്നു. അത് കണ്ട ഈഹറു കൈജുവിൻ്റെ നേരെ ഷൂട്ട് ചെയ്തുവെങ്കിലും കൈജു ആ ബുള്ളറ്റെല്ലാം നഖം കൊണ്ട് തട്ടിത്തെറിപ്പിച്ചു. എന്നിട്ട് അവൻ ഈഹറുവിനെ ഷൂട്ട് ചെയ്തു. ഈഹറു വീണതും അവൻ ഇച്ചികാവയെ വീണ്ടും തുടരെ ഷൂട്ട് ചെയ്തു. അതോടെ അവൻ്റെ ബോധം പോയി. കൈജു അവനെ എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഈഹരു ഇഴഞ്ഞു ചെന്ന് അടുത്ത് കിടന്ന തോക്ക് വീണ്ടും എടുത്തു. അവൻ സർവ്വശക്തിയും കൊണ്ട് കൈജുവിനെ വെടിവെക്കാൻ നോക്കി. പക്ഷേ ആ ഗണ്ണ് ഓൾറെഡി ഡാമേജ് ആയിപ്പോയിരുന്നു. അങ്ങനെ ആകെ നിസ്സഹായനായി ഈഹറോ അവിടെ ഇരുന്ന് കരഞ്ഞുപോയി. ദൈവമോ ചെകുത്താനോ ആരെങ്കിലും വന്ന് എൻ്റെ ഫ്രണ്ടിനെ രക്ഷിക്കാൻ അവൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു. അപ്പോഴേക്കും കൈജു ഈഹറുവിനെ കൊല്ലാൻ വേണ്ടി അവൻ്റെ നേരെ വിരൽ ചൂണ്ടി. ഈഹറു മരണം മുന്നിൽ കണ്ട് കണ്ണടച്ചു. പെട്ടെന്ന് കൈജു നമ്പർ 9ൻ്റെ പിന്നിൽ നമ്മുടെ കാഫ്ക എത്തി. എൻ്റെ പിള്ളേരെ തൊടുന്നോടാ എന്നലറിക്കൊണ്ട് കാഫ്ക അവൻ്റെ മോന്തക്കിടിച്ച് അവനെ പറത്തി വിട്ടു. ആ ഇടിയിൽ അവൻ്റെ തലയും ഉടലും രണ്ടായിട്ടറ്റ് വേറെ വേറെ ദിശകളിലേക്ക് പറന്നു. ഇതൊക്കെ കണ്ട് നമ്മുടെ ഈഹറു ആകെ കിളിപോയ അവസ്ഥയിലിരിക്കുകയാണ്. അപ്പോഴേക്കും കാഫ്ക ഇച്ചികാവയെ നിലത്ത് നിന്ന് തൂക്കിയെടുത്തു. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഇച്ചികാവ കണ്ടത് കാഫ്ക കൈജു ഫോമിൽ നിൽക്കുന്നതാണ്. താൻ കാരണമാണ് കാഫ്കയ്ക്ക് ട്രാൻസ്ഫോം ചെയ്യേണ്ടി വന്നതെന്ന് ഓർത്തപ്പോൾ അവന് നല്ല കുറ്റബോധം തോന്നി. ഈ സമയം നമ്മുടെ കൈജു നമ്പർ 9 തൻ്റെ തലയും ഫിറ്റ് ചെയ്ത് എഴുന്നേറ്റ് വന്നു. ഇതൊരു നടക്കി പോകില്ല എന്ന് മനസ്സിലാക്കിയ കാഫ്ക ഇച്ചികാവയെ ഒരു മൂലക്കിരുത്തി. ഇവിടെ അടങ്ങിയിരുന്ന് ഹീലിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഇച്ചികാവയോട് പറഞ്ഞിട്ട് കാഫ്ക നേരെ കൈജു നമ്പർ 9ൻ്റെ നേരെ നടന്നു. അപ്പോൾ ഇച്ചികാവ ആ കൈജുവിനെ നിസ്സാരമായി കാണരുതെന്ന് കാഫ്കയ്ക്ക് വാണിംഗ് കൊടുത്തു. ഈ സമയം കൊണ്ട് കൈജു നമ്പർ 9 മൊത്തത്തിൽ ഹീലായി കഴിഞ്ഞിരുന്നു. അവൻ കാഫ്കയോട് നീ ആരാണെന്നും ഒരു കൈജു ആയിരുന്നിട്ടും നീ എന്തിനാണ് എന്നെ അറ്റാക്ക് ചെയ്യുന്നതെന്നും ചോദിച്ചു. കാഫ്ക അപ്പോൾ ഒന്നും മിണ്ടാതെ കൈജുവിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ്. ഒടുവിൽ കാഫ്കയെ കൊന്നിട്ട് അവൻ്റെ ഡെഡ് ബോഡി റിസർച്ചിന് കൊണ്ടുപോകാൻ കൈജു നമ്പർ 9 തീരുമാനിച്ചു. അങ്ങനെ അവൻ കാഫ്കയെ ഷൂട്ട് ചെയ്തു. ആ ബുള്ളറ്റ് കാഫ്കയുടെ ആർമർ തുളച്ചു. അവൻ ചോര തുപ്പി. എന്നിട്ടും അവനൊരു കല്ല് പോലെ നിൽക്കുന്നത് കണ്ട കൈജു നമ്പർ 9 സ്വന്തം മുതുകിൽ നിന്ന് 100 കണക്കിന് കൈകൾ വരുത്തിയിട്ട് അതിൽ ബുള്ളറ്റ് ലോഡ് ചെയ്ത് റെഡിയായി. ആ കൈജുവിൻ്റെ ശരിക്കുള്ള പവർ കണ്ട ഈഹറുവിൻ്റെ കണ്ണ് തള്ളി. ഇച്ചികാവ കാഫ്കയോട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പറഞ്ഞു. പക്ഷേ കാഫ്ക അപ്പോഴും കൈയും കെട്ടി അനങ്ങാതെ നിൽക്കുകയാണ്. അവൻ കണ്ണു തുറന്നതും അവൻ്റെ കണ്ണ് നീല കളറിൽ തിളങ്ങി. അവൻ്റെ ദേഹം മുഴുവൻ 100 കിലോവാട്ട് ട്രാൻസ്ഫോമർ പൊട്ടിയതുപോലെ വെട്ടി തിളങ്ങി. കൈജു അവൻ്റെ നേരെ ഷൂട്ട് ചെയ്തപ്പോൾ കാഫ്ക ദേഷ്യം കൊണ്ട് ആഞ്ഞൊന്നലറി. ആ അലർച്ച ഒരു ഷീൽഡ് പോലെ മാറി ബുള്ളറ്റിനെ എല്ലാം ബ്ലോക്ക് ചെയ്തു. ഇത് കണ്ട കൈജു നമ്പർ 9 അന്തം വിട്ട് നിന്നപ്പോഴേക്കും നമ്മുടെ കാഫ്ക അതിൻ്റെ തൊട്ട് മുന്നിലെത്തി. പിന്നങ്ങോട്ട് കൈജുവിൻ്റെ മണ്ടയ്ക്ക് കാഫ്കയുടെ വക ഇടിയുടെ പെരുന്നാളായിരുന്നു. ഇടികൊണ്ട് പല്ലടക്കം പോയപ്പോൾ ആ കൈജു തൊട്ടടുത്ത് കിടന്ന യോജുവിൻ്റെ ഡെഡ് ബോഡി വെച്ച് ഇടി ബ്ലോക്ക് ചെയ്യാൻ നോക്കി. ആ സമയം കൊണ്ട് അവനൊന്ന് ഹീൽ ചെയ്യാൻ നോക്കിയെങ്കിലും നമ്മുടെ കാഫ്ക ഒറ്റ സെക്കൻഡ് കൊണ്ട് ആ ഡെഡ് ബോഡി വലിച്ചു കീറിക്കൊണ്ട് അകത്ത് കയറി. വേറെ രക്ഷയില്ലെന്ന് മനസ്സിലാക്കിയ കൈജു സ്വന്തം ശരീരം ഷീൽഡ് പോലെ വെച്ച് അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാൻ നോക്കിയെങ്കിലും കാഫ്കയുടെ പവറിനും സ്പീഡിനും മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവന് പറ്റിയില്ല. അവനെ ഹീൽ ചെയ്യാൻ പോയിട്ട് ഒന്ന് ശ്വാസം വിടാൻ പോലും ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല.
ഒടുവിൽ കാഫ്ക അവൻ്റെ നെഞ്ചും കൂട്ടിലിട്ട് ഒരു ഒറ്റ ഇടി കൊടുത്തു. ആ ഇടിയിൽ കൈജുവിൻ്റെ പാതി ഉയിര് പോയി. അതോടെ അവൻ്റെ കോർ അവൻ്റെ നെഞ്ചിലാണെന്ന് കാഫ്ക ഉറപ്പിച്ചു. അവൻ കാൽ രണ്ടും തറയിൽ ലോക്ക് ചെയ്തിട്ട് സർവ്വശക്തിയും എടുത്ത് കൈജുവിൻ്റെ നെഞ്ചും കൂട്ടിലിട്ട് ഒരു 1.5 പഞ്ച് കൊടുത്തു. കൈജു നമ്പർ 9 അവിടെ നിന്ന് തെറിച്ച് ആ ബാരിയറും തകർത്തുകൊണ്ട് തൊട്ടപ്പുറത്തെ ജില്ലയിലേക്ക് പറന്നു. ഒടുവിൽ പാണ്ടിലോറി കയറിയ തവളയെപ്പോലെ ചതഞ്ഞരഞ്ഞ് ഒന്ന് അനങ്ങാൻ പോലും പറ്റാതെ അവൻ അവിടെ കിടന്നു. അവൻ്റെ കോർ ഇപ്പോൾ ശരീരത്തിന് പുറത്തെത്തിയിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ഹീൽ ചെയ്യാൻ അവൻ കിടന്ന് പെടാപ്പാട് പെടുമ്പോൾ കാഫ്ക അവിടെ എത്തി. അവൻ ആ കോർ നശിപ്പിക്കാൻ ഒരുങ്ങി. അപ്പോൾ പെട്ടെന്ന് 2 പട്ടാളക്കാർ അങ്ങോട്ടേക്ക് വന്നു. അവർ കൈജുവായിട്ട് നിൽക്കുന്ന കാഫ്കയുടെ നേരെ തോക്ക് ചൂണ്ടിയിട്ട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് അവർ വൈസ് ക്യാപ്റ്റൻ ഹോഷിനെ വിളിച്ചിട്ട് കൈജു നമ്പർ 8 കണ്ട കാര്യം അറിയിച്ചു. ഹോഷിനെ ആ ലൊക്കേഷനിലേക്ക് ഒരു ബാക്കപ്പ് യൂണിറ്റിനെ അയച്ചു. ഇതെല്ലാം കേട്ട് ഒരു നിമിഷത്തേക്ക് കാഫ്ക ഒന്ന് കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ആ ടൈം കൊണ്ട് കൈജു നമ്പർ 9 ഏതാണ്ട് ഹീലായി. അവൻ ചാടിയൊരു മതിലിൻ്റെ മണ്ടയ്ക്ക് കയറി. അത് കണ്ട കാഫ്ക അവനെ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ ഒരുങ്ങി. അപ്പോൾ പെട്ടെന്ന് കൈജു പട്ടാളക്കാർക്ക് നേരെ കൈ ചൂണ്ടിയിട്ട് ഷൂട്ട് ചെയ്തു. തക്ക സമയത്തിന് അവിടെ എത്തിയ കാഫ്ക തൻ്റെ ശരീരം കൊണ്ട് ആ ബുള്ളറ്റ് ബ്ലോക്ക് ചെയ്തു. ആ ടൈം കൊണ്ട് കൈജു നമ്പർ 9 പൂർണ്ണമായും ഹീലായി കഴിഞ്ഞു. കാഫ്കയ്ക്ക് മനുഷ്യരോടുള്ള സോഫ്റ്റ് കോർണർ എന്തിനാണെന്ന് അപ്പോഴും അവന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. കാഫ്ക ശരിക്കും മനുഷ്യനാണെന്നും അവൻ അറിയില്ല. പക്ഷേ അവൻ്റെ ബലഹീനത മനുഷ്യരാണെന്ന് കൈജു മനസ്സിലാക്കി. അധികം വൈകാതെ നമ്മൾ തമ്മിൽ വീണ്ടും കാണും. അന്ന് നിന്റെ അവസാനമായിരിക്കും. കാഫ്കയെ ഭീഷണിപ്പെടുത്തിയ ശേഷം കൈജു അവിടെ നിന്ന് അപ്രത്യക്ഷനായി. അതോടെ പട്ടാളക്കാർ കാഫ്കയുടെ നേരെ തിരിഞ്ഞു. വേറെ വഴിയില്ലാതെ കാഫ്ക നിലത്ത് ആഞ്ഞിടിച്ച് ഒരു പുകമുറ ഉണ്ടാക്കിയ ശേഷം മുകളിലേക്ക് ചാടി എസ്കേപ്പായി. എയറിൽ വെച്ച് അവൻ താഴേക്ക് നോക്കിയപ്പോൾ ഇച്ചികാവയുടെ അടുത്ത് മെഡിക്കൽ ടീം എത്തിയെന്ന് കണ്ടു. ഫൈറ്റൊക്കെ കഴിഞ്ഞ് നമ്മുടെ കാഫ്ക ഒരു ഇരുണ്ട ഇടനാഴിയിലൂടെ മെല്ലെ നടക്കുകയാണ്. പെട്ടെന്ന് പിന്നിൽ ആരോ നിൽക്കുന്ന പോലെ അവന് തോന്നി. അത് മറ്റാരുമല്ല, വൈസ് ക്യാപ്റ്റൻ ഹോഷിനെയാണ്. കൈജു നമ്പർ 8 കണ്ടെത്തിയെന്ന് അവൻ ടീമിന് റിപ്പോർട്ട് ചെയ്തു. അത് കേട്ട നമ്മുടെ ഇച്ചിക്കാവയും കീക്കറും ഞെട്ടിപ്പോയി. അങ്ങേരെ കണ്ട കാഫ്ക എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. പെട്ടെന്ന് ഹോഷിനെ നിന്നിടത്ത് നിന്ന് മിന്നൽ പോലെ വന്ന് കാഫ്കയെ വെട്ടാൻ നോക്കി. തക്ക സമയത്ത് ഒഴിഞ്ഞു മാറിയതുകൊണ്ട് കാഫ്കയുടെ തല പോയില്ല. പിന്നങ്ങോട്ട് ഹോഷിനയുടെ തുടരെയുള്ള മിന്നലാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് എങ്ങനെയൊക്കെയോ ഒഴിഞ്ഞു മാറി കാഫ്ക പുറത്തേക്ക് ചാടി. ഇങ്ങേരെ ഫേസ് ചെയ്യുന്നത് ആപത്താണെന്ന് കാഫ്ക മനസ്സിലാക്കി. നേരത്തെ ഹോഷിനെ പറഞ്ഞത് അവൻ ഓർത്തു. ചെറിയ സൈസുള്ള കൈജുവിനെ കൊല്ലാൻ ഈ ഫോഴ്സിൽ ഏറ്റവും ബെസ്റ്റ് അയാളാണ്. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് എസ്കേപ്പ് ആകണമെന്ന് കാഫ്ക തീരുമാനിച്ചു. അപ്പോഴേക്കും ഹോഷിന ഇരുട്ടിൽ നിന്നും പുറത്തേക്ക് വന്നു. ഇതുവരെ കണ്ട വൈസ് ക്യാപ്റ്റൻ്റെ മറ്റൊരു മുഖമാണ് കാഫ്ക അപ്പോൾ കണ്ടത്. അവൻ തൻ്റെ കോമ്പാറ്റ് പവർ അൺലീഷ് ചെയ്തു. 92% അവൻ്റെ കോമ്പാറ്റ് പവർ. അവൻ ഫൈറ്റിംഗ് പോസിൽ നിന്നതും അവൻ്റെ സ്യൂട്ട് മൊത്തം വയലറ്റ് നിറത്തിൽ തിളങ്ങി. അവൻ്റെ കഴുകൻ കണ്ണുകൾക്ക് അവൻ്റെ വാളിനേക്കാൾ മൂർച്ചയുണ്ടായിരുന്നു.